ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് നേരെ സൺഡേ ആയിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയത് നമ്മൾ ചെക്കന് ചെറിയ ഹൈഷ് എന്താ നേരെ നമ്മൾ അതിലോട്ടം വന്നിട്ടുണ്ട്. നേരെ പോയത് അൽക്കൂർ സെൻറ്റർ, വേറെ ഇവിടെ പോകുന്നത് ആ കാറ് കണ്ടപ്പോൾ പറയാതെ എനിക്കുള്ളതാണ്. അവിടെ നോക്കി നിന്നപ്പോൾ കിട്ടിയ തന്നെ അതേ തീവണ്ടി പോണ്. അതിനൊക്കെ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കണ്ടപ്പോൾ നേരെ കയറി അഡിഡാസിൽ കയറിയപ്പോൾ ഈ ഉത്സവപ്പറമ്പ് കയറിയ മൈക്ക് ജാതി തിരക്കോടെ ഒരു സാധനം കിട്ടാല്ലേ. അതേ അവനെന്താ കാര്യം നോക്കണൊക്കെ ഉണ്ട്. ഉത്സവം കണ്ട പ്രമാണിച്ച് ഞങ്ങൾ നേരെ വിട്ട് തൊട്ടടുത്ത് സ്റ്റുഡിയോക്കാണ്. സ്റ്റുഡിയോയിലൊക്കെ നോക്കിയതിന് ശേഷം ചെക്കൻ കാര്യമായിട്ട് എന്തോ തപ്പി നോക്കിയിട്ട് കിടന്നിട്ട് പിന്നെ മിറർ സെൽഫി ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. അങ്ങനെ ഒരു ചെരുപ്പുണ്ട്. ഇപ്പോൾ അതും വാങ്ങി നേരെ കാലിട്ട് നോക്കിയപ്പോൾ സാധനം കുഴപ്പമില്ല, രണ്ടാൾ ഇട്ട് നോക്കി. അങ്ങനെ അതും പിന്നെ നേരെ ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള കഫ്തേരിയ പോയതിന് ശേഷം നേരെ എന്ത് ചെയ്തു, നോമ്പൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ വിട്ടപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്ന് സൂരജേട്ടൻ വന്നിട്ടുണ്ട്, മഞ്ഞ വണ്ടിയായിട്ട്. അങ്ങനെ പാർക്കിംഗ് തപ്പി തപ്പി നടന്ന ശേഷം അങ്ങനെ പാർക്കിംഗ് കിട്ടിയപ്പോൾ ഇച്ചായനാണ് വെള്ളം കുടിക്കുന്നത്. ഏത് പാർക്കിംഗ് കണ്ടുപിടിച്ച ക്ഷീണം അവനക്കാണുള്ളത്. അപ്പോൾ അത് കുറിച്ച് നേരെ പോയി തൊട്ടടുത്തുള്ള ഗ്രീൻ സിറ്റി റെസ്റ്റോറൻറ്റ് എടുക്കുകയാണ്. അവിടെ പോയതിന് ശേഷം അച്ചാൻ ഓപ്പൺ ചെയ്താൽ നോക്കിയില്ല, അതിനൊരു ക്ലാസ് കൊടുത്ത് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം വന്ന് സൂപ്പ് വന്ന് ഒരാൾ തിന്നുമ്പോൾ ചെറിയ നോക്കിക്കണം മെയിൻ പരിപാടി അവൻ്റെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മെയിൻ ഐറ്റം വന്ന് എന്താണ് ചാർക്കോൾ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് സ്വറയും വർത്താനൊക്കെ പറയുന്നത് ഇടക്കിടക്ക് കൂടുതൽ പരിപാടി നമ്മളുള്ളത്. നമ്മൾ റൂമിൽ മെയിനുള്ള ഡോറാ പൂജയാണ് നടക്കണ്ട. ക്യാമറ ഉണ്ടപ്പോൾ തിരിഞ്ഞെടുക്കാണ് വീട്ടിൽ നമ്മൾ പിന്നാലെ പോയി ക്യാമറയിലാക്കും. ഒരു കടയിൽ അവനെ കൊണ്ട് കയറാൻ പറ്റില്ല, കുട്ടികളായിട്ട് കയറി മൈക്ക് അവിടുന്ന് ലഡും വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ ഇന്ന ഒരു തല്ലൊന്നും അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ഷാർജയുടെ കയ്യും കൊടുത്താണ് നേരെ ഷാർജയൊക്കെ വണ്ടിയിട്ട് മുപ്പര വണ്ടി എടുത്ത് നേരെ വിട്ട്. അങ്ങനെ ബാക്കി നാളെ